പ്രസവം വളരെ ഈസി ആയിട്ടൊരു പ്രോസസ്സാണ് അല്ലേ? പണ്ടൊക്കെ എത്രയോ കുട്ടികളായിരുന്നു, എത്ര പേർ വീട്ടിലായിരുന്നു പ്രസവിച്ചുകൊണ്ടിരുന്നത്. അന്നൊന്നും ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ വീട്ടിലെ പ്രസവത്തിനെ ആരും എൻകറേജ് ചെയ്യാത്തത്? സിമ്പിൾ ആയിട്ടൊരു പ്രോസസ്സ് അല്ല പ്രസവം. പ്രസവത്തിന് പല സ്റ്റേജസ് ഉണ്ട്. ഗർഭപാത്രം വികസിക്കണം, കുഞ്ഞിൻ്റെ തല താഴേക്ക് ഇറങ്ങണം, പിന്നെ തല പുറത്തു വരണം, തോളുകൾ വരണം, കുഞ്ഞ് വരണം, അതിനുശേഷം പ്ലസൻറ്റ വരണം, പിന്നെ യൂട്രസ് ചുരുങ്ങണം. അങ്ങനെ ഈ പല സ്റ്റേജസിൽ എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ സംഭവിക്കാം. കുഞ്ഞിറങ്ങാതെ വരാം, ഗർഭപാത്രം വികസിക്കാതെ വരാം, പ്ലാസൻറ്റ വരാതിരിക്കാം. ഇനി എല്ലാം നടന്നാലും യൂട്രസ് ചുരുങ്ങാതെ വലിയ ബ്ലീഡിംഗ് ഉണ്ടാകാം. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ചിലപ്പോൾ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് താന്നു പോകാം. ആശുപത്രിയിലാണെങ്കിൽ പ്രസവിക്കാൻ കിടക്കുന്ന ഒരു സ്ത്രീയെ അല്ലെങ്കിൽ അവരുടെ കുഞ്ഞിനെ കോൺസ്റ്റൻ്റായി കണ്ടിന്യൂസ് ആയി മോണിറ്റർ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പും അമ്മയുടെ പല കാര്യങ്ങളും പൾസും ബി.പിയും എല്ലാം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. ആ സമയത്ത് എപ്പോഴെങ്കിലും കുഞ്ഞിൻ്റെ തല ഇറങ്ങാതെ വന്നാലോ കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പിന് എന്തെങ്കിലും വ്യതിയാനങ്ങൾ വന്നാലോ അപ്പോൾ തന്നെ സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെയും അമ്മയും സുരക്ഷിതരാക്കാം. ഡെലിവറി കഴിഞ്ഞിട്ട് ബ്ലീഡിംഗ് ഉണ്ടായാലും ഇതുപോലെ തന്നെ മരുന്നുകൾ തരുവോ മറ്റു പല പ്രോസസ്സുകൾ വഴിയോ അല്ലെങ്കിൽ സർജറി വഴിയോ അമ്മയെ സേഫ് ആക്കാനുള്ള മാർഗ്ഗങ്ങളെല്ലാം ഹോസ്പിറ്റലിലുണ്ട്. ഇങ്ങനെയുള്ള പല റീസൺസ് കാരണമാണ് സർക്കാരും സർക്കാർ സംവിധാനങ്ങളും 100% ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറീസ്, അതായത് എല്ലാ പ്രസവങ്ങളും ആശുപത്രിയിലാകണം എന്ന് നിർബന്ധം പിടിക്കുന്നത്. നിങ്ങളുടെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയാൽ അപ്പോൾ തന്നെ ഒരു ഡോക്ടറെ കാണുക, ഡോക്ടർ പറയുന്ന ടെസ്റ്റുകൾ ചെയ്യുക, ഡോക്ടർ പറയുന്നതിനനുസരിച്ച് മുന്നോട്ടുള്ള പ്രഗ്നൻസി പ്ലാൻ ചെയ്യുക. ഇതൊക്കെ സാധാരണയായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ഒരു ധാരണ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. പല സ്ഥലത്തു നിന്ന് കേൾക്കുന്ന ഫോൾസ് ഇൻഫർമേഷൻസ് വെച്ച് ഇത് സിമ്പിളായി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം എന്നൊരു കാര്യമാണെന്ന് ഒരിക്കലും ആരും മനസ്സിൽ വിചാരിക്കരുത്.